Hello guys, welcome back to Edgeboard. Once again, it's me, Salsabi. Okay, അപ്പോൾ നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, ഇവിടെ മാവേലി ഇങ്ങനെ കൊട്ടിക്കയറിക്കൊണ്ടിരിക്കുക അല്ലേ? മാവേലി എങ്ങനെ കൊട്ടിക്കയറിക്കൊണ്ടിരിക്കട്ടെ, പരീക്ഷയുടെ താളം പതുക്കെ നമ്മുടെ നെഞ്ചിലും കൊട്ടിക്കയറാൻ വേണ്ടിയിട്ടാ ഇപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഓണപരീക്ഷ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ ഓണപരീക്ഷയും നിങ്ങൾക്ക് തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു വിധത്തിലുള്ള കോംപ്രമൈസും ചെയ്യാൻ ആരും റെഡി ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഓണപരീക്ഷയ്ക്ക് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയില്ലേ ഏതൊക്കെയാണ്? നമ്മുടെ മൈക്രോയിലെ 1, 2, 3 ചാപ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ പറയുന്ന 1, 2, 3 ചാപ്റ്റേഴ്സിന്റെ കൃത്യമായിട്ട് എന്തൊക്കെ പഠിക്കണം, മൈക്രോയിൽ ഈ പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കണം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ പറയുന്ന പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് അറിയണ്ടേ? അതിൽ ഒരു ചോദ്യം ഞാൻ ഇവിടെ തരാൻ നോക്കിക്കൊള്ളട്ടാ. ചോദ്യം ഇതാണ് തന്നിട്ടുള്ളത്: ഒരു ഡയഗ്രാമിന്റെ സഹായത്തോടെ വേരിയബിൾ അനുപാതങ്ങളുടെ നിയമം പ്രസ്താവിക്കുക, അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. അല്ലേ സാറേ, ഇത് എവിടെ കേട്ടിട്ടുണ്ടല്ലോ? വേറെ എവിടെയല്ല, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന 3rd ചാപ്റ്റർ ഉണ്ടായിരുന്നു അല്ലേ? ആ ചാപ്റ്ററിൽ നിന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നത് ഷുവറായിട്ട് വരുന്ന ചോദ്യമാണ് ഈ പറഞ്ഞ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ഇവിടെ ഞാൻ 5 മാർക്കാണ് കൊടുത്തതെങ്കിലും അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വരാൻ പോകുന്നതിനാണ് അത് 8 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് വരിക. ഓക്കെ, ഓൾറെഡി നമുക്കറിയുന്ന ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ്റെ മറ്റൊരു പേരാണെന്ത്? ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. എന്താണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്രസ്വകാല ഉൽപ്പാദനമൊക്കെയാണല്ലോ പറയുന്നത് അല്ലേ? അപ്പോൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്കറിയാം. അപ്പം അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചോദ്യം വരും, എന്താണ് നിയമം എന്ന് ചോദിക്കും. അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ മിക്കവാറും പേര് ചെയ്തിരിക്കുന്നവരും ടെക്സ്റ്റ് ബുക്കിലെ ഗ്രാഫും കുറച്ച് സെൻറ്റൻസുകളും കാണാപ്പാടം പഠിച്ചു നോക്കും. അല്ലാതെ അതെന്താണെന്ന് ഇതുവരെ ഇത്രയും കാലമായിട്ട് അവരോട് ചോദിച്ചാൽ അവർക്കും അറിയില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. സിമ്പിളായിട്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇതെങ്ങനെ പഠിക്കണം എന്നാണെങ്കിൽ നോക്കിക്കോളൂ. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് വിഭേദാനുപാതക നിയമം എന്നാണ് അറിയപ്പെടുന്നത്. അഥവാ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഷോർട്ട് റണ്ണിൽ പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് 2 ആൾക്കാരുള്ളത്. ആരാളുള്ളത്? ഫിക്സഡ് ഫാക്ടേഴ്സ് അല്ലേ? ഫിക്സഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും. അതേപോലെ രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് ഏതാണ്? വേരിയബിൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. വേരിയബിൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയും. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന ഷോർട്ട് റണ്ണിൽ എല്ലാ കാര്യങ്ങളും ഫിക്സഡ് ആണോ? അല്ല, കുറേയൊക്കെ ഫിക്സഡ് ആണ്. 1, 2 വേരിയബിൾ ഫാക്ടർ മാത്രം ഉണ്ടായിരിക്കും. ഈ ഒരു ഉദാഹരണം പറയുകയാണ്, നമ്മളൊരു ഷോർട്ട് റൺ എന്ന് പറയുമ്പോൾ എന്താണ്? കുറഞ്ഞ കാലയളവിലേക്ക് ഉൽപ്പാദനം നടത്താൻ വേണ്ടി നമ്മളൊരു കമ്പനി തുടങ്ങി. ഓക്കെ, ആ കമ്പനി തുടങ്ങിയ സമയത്ത് നമ്മൾ അതിൽ ഉൽപ്പാദനം നടത്തുമ്പോൾ നമ്മൾ ബിൽഡിങ് ഒരു ഏകദേശം കുറച്ച് കാലത്തേക്കാകുമ്പോൾ നമ്മളൊരു ഫിക്സഡ് ആയിട്ടൊരു ബിൽഡിംഗ് വെക്കും. അവിടെ എന്തായിരിക്കും ഈ പറഞ്ഞ മൂലധനം ഇറക്കുന്നത്, അഥവാ ക്യാപിറ്റൽ, മെഷീൻസ് ഒക്കെ ഇറക്കുന്നതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടാവും. പക്ഷേ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും ഒന്ന് മാത്രം വേരിയബിൾ ആയിട്ടുണ്ടാവും. മിക്കവാറും അതെന്തായിരിക്കും? നമ്മുടെ അവിടുത്തെ ലേബേഴ്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഉൽപ്പാദനം കൂട്ടണമെങ്കിലും കുറക്കണമെങ്കിലും ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും? ഈ പറഞ്ഞ വേരിയബിൾ ഫാക്ടർ മാറ്റേണ്ടി വരും. അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് പറയുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പറയുന്നത്. നോക്കിക്കോളൂ, ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷന് മറ്റൊരു പേര് പറയുന്നുണ്ട്. എന്താണത്? ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് അല്ലേ? ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ പ്രൊഡക്റ്റ്. മാർജിൻ പ്രൊഡക്റ്റ് നമ്മൾ MP എന്ന് പറയാറുണ്ട്. ആൻഡ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നും കൂടി പറയുന്നു. ഓക്കെ, അപ്പം 3 പേരിൽ ചോദിച്ചു കഴിഞ്ഞാലും ഒരേ ഒരു ഉത്തരം എഴുതേണ്ട, ഒരേ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, എന്താണ് ഇവിടെ പറഞ്ഞു വെച്ചാൽ ഷോർട്ട് റണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ ക്യാൻ ചേഞ്ച് ദ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. നമുക്കറിയാം, പ്രൊഡ്യൂസേഴ്സാണ് നമുക്ക് വേണ്ട ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നത്. ഔട്ട്പുട്ട് നമ്മൾ എന്താ സൂചിപ്പിക്കാറില്ലേ? Q എന്ന് പറയുന്നതാണല്ലോ നമ്മൾ ഔട്ട്പുട്ടായിട്ട് സൂചിപ്പിക്കാറില്ലേ? അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഔട്ട്പുട്ട് കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യണമെങ്കിൽ പ്രൊഡ്യൂസറിനാകെ ഒരു വഴിയേ ഉള്ളൂ എന്ന് പറയുന്നത്. എന്താണ് ആ വഴി? ബൈ ചേഞ്ചിങ് ദ ക്വാണ്ടിറ്റി ഓഫ് ഓൺലി 1 വേരിയബിൾ ഫാക്ടർ. അതാണ് ഏതെങ്കിലും ഒരു വേരിയബിൾ ഫാക്ടർ സാധാരണ ഉണ്ടാവുള്ളൂ. ആ ഒരു വേരിയബിൾ ഫാക്ടറിനെ മാറ്റിക്കൊണ്ട് മാത്രമേ ഔട്ട്പുട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാനാവുന്നതാണ് ഈ നിയമം പറയുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് 8 മാർക്കിന് എഴുതേണ്ടത്? ഇത് മാത്രം എഴുതിച്ച് 8 മാർക്ക് കിട്ടില്ല അല്ലേ? അപ്പൊ ഇനി ബാക്കി എന്തൊക്കെ എഴുതണം നോക്കിക്കോളൂ. ഈ പറഞ്ഞ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഈ പറഞ്ഞ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നതും നമുക്കറിയുന്നത് വേരിയബിൾ ഫാക്ടർ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഫിക്സഡ് ഫാക്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ വേരിയബിൾ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൂടി മനസ്സിലായിക്കോളൂ. ഫാക്ടേഴ്സ് വിച്ച് ആർ അവൈലബിൾ ഇൻ അൺലിമിറ്റഡ് സപ്ലൈ എന്ന് വെച്ചാൽ നമുക്ക് എത്ര വേണമെങ്കിലും കിട്ടുന്ന പ്രൊഡക്ഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഫാക്ടറിനാണ് എന്ത് പറയുന്നത്? അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുന്ന പ്രൊഡക്ഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഫാക്ടറിനെ പറയുന്നവരാണ് വേരിയബിൾ ഫാക്ടർ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ പറഞ്ഞ വേരിയബിൾ ഫാക്ടർ എന്താണെന്നുള്ള കാര്യം നിലവിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയണം, അല്ലെങ്കിൽ എന്തൊക്കെ എഴുതണം എന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഒരൊറ്റ കാര്യം പറയട്ടെ, ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ ഇവിടെ പ്രസൻറ്റ് ചെയ്തില്ല. കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയണമെങ്കിൽ മക്കളെ വേറെ ഒന്നുമല്ല, ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക്, ഓക്കെ, ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് കേട്ടോ. ഇന്ന് രാത്രി 7 മണിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഈ പറഞ്ഞിരിക്കുന്ന ചോദ്യമടക്കം നമ്മുടെ ഓണപരീക്ഷയ്ക്ക് വരാൻ പോകുന്ന
എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ ലൈവ് ക്വസ്റ്റ്യൻ സീരീസ് വരുന്നുണ്ട്. വേറെ എപ്പോഴല്ല, ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക്. എവിടെയാണ് വരുന്നത്? വേറെ എവിടെയല്ല, നമ്മുടെ എജുബോർഡിൻ്റെ +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വൃത്തിയായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് പരീക്ഷയ്ക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ വേറൊരു കാര്യം മറക്കണ്ട, ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്, അവധിയാണ്, എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഡാറ്റ അതുവരേക്ക് തീർക്കാൻ നിൽക്കണ്ട, ഡാറ്റ സേവ് ചെയ്ത് വെക്കുക. രാത്രി 7 മണിക്ക് നമ്മൾ എന്താണ് ഓണത്തിൻ്റെ പൂക്കള മത്സരം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്തിട്ട് എല്ലാവരോടും ലൈവിൽ വരാൻ പറയാം. കാരണം നമുക്ക് ഓണം ആഘോഷിച്ച് തുടങ്ങണം അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എജുബോർഡിൻ്റെ ലൈവിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് once again it's me Sal Sabin signing out from Edubord. Happy learning all. Bye.